എന്ത് കഥ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് എന്റെ സെക്കൻഡ് ഓഫ് കിട്ടാം. ഈ വീക്ക് ഇന്ന് ബസ് കിട്ടിയിട്ടില്ല, എണീക്കാൻ ലേറ്റ് ആയി. നമ്മ എന്താക്കി, നേരെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി. അവിടെ മെട്രോ സ്റ്റേഷനിൽ നോർമലി ഞാൻ ഓഫിന്റെ ദിവസം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യലുണ്ട്. ഞാൻ അല്ലാതെ മെട്രോയിൽ ഇറങ്ങിയിട്ട് ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് കയറിയപ്പോൾ എന്തിനോ വേണ്ടി റാഫിൾ കൂപ്പൺ എടുത്തു. പിന്നെ ഗസലിൽ നിന്ന് ഒരു കാൽച്ചായം കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. എന്റെ ജോലിന്റെ കുറച്ച് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം റിന്യൂവൽ ആയിട്ടുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായി. അച്ഛനോട് വരുന്ന വെച്ചിട്ടാകുമ്പോൾ അച്ഛൻ റെഡി. പുള്ളിക്കാരനെയും കൂട്ടിയിട്ട് ഞാൻ കുറെ കഥയും പറഞ്ഞുകൊണ്ട് മെട്രോയിലെ നേരെ എമിറേറ്റ് സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടുത്തെ എക്സിറ്റ് നമ്മൾ നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. മൊബൈലുള്ളവർക്ക് അറിയുന്നുണ്ട്. അവിടുന്ന് പാസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാനും അച്ഛനും തിരിച്ച് വീട്ടിലേക്ക് തന്നെ മെട്രോയിനെ തിരിച്ചു വന്നു. അതിനുശേഷം കുഞ്ഞിപ്പണിനെയും കൊണ്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ സ്ഥിരം സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിൽ സ്ലോട്ടിലേക്ക്. ഇന്ന് ജിമ്മിന് പോകാൻ നല്ലോണം വൈകും. 2:30-3 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തീരാനും കുറച്ച് ടൈം എടുത്തു. അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 3:30-4 മണി. ഞാൻ എത്തിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ PV എത്തി. PV വൻ നടക്കുന്നു, ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു, ചോറ് വിളമ്പി കൊടുക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കാണുമ്പോൾ നമ്മളെ ഹാപ്പി. ഇപ്പം അച്ഛൻ്റെ കൂടെ സെറ്റായി. TV കാണാനും ഫോണിൽ നോക്കാനും കളിക്കാനൊക്കെ അച്ഛനുണ്ട്. അതേപോലെ നമ്മൾ എന്താക്കി വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി. നമ്മളെ കസിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തുണ്ട്, വിക്കു, മഞ്ജു ആൻഡ് ദുദ്ദു. അപ്പോൾ അവരുടെ അടുത്ത് ഫുഡിനും അതേപോലെ ഒരു മീറ്റപ്പിനും വേണ്ടി വിളിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുപണിനെ നോക്കണ്ട, ഓള് ദുദ്ദുവിൻ്റെ ഒപ്പം ഫുൾ എൻഗേജ് ആയി. അവിടെ എത്തുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം പിള്ളേർ ഒരുമിച്ച് കളിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും ഈ സ്ക്രീനിൽ നിന്നൊക്കെ ഒഴിവായിട്ട് അവരേതായ ലോകത്ത് കളിക്കുന്നത് കാണാനൊരു രസമാണ്. അവർ ഫുൾ എൻഗേജ് ആയ ടൂൾസും അവരെ മൊത്തം ടൂൾസ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. കാണുന്നില്ല, അവളെ എൻജോയ് ആക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, ഇളക്കി മറിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വല്ല ഫുഡ് ടൈമിന് കൊടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പിന്നെ കഴിക്കില്ല. ഇതാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്ത ഫുഡ്. അത്യാവശ്യം അടിപൊളി ഫുഡായിരുന്നു. വെള്ളയപ്പം ഉണ്ടായി, ചിക്കൻ ഉണ്ടായി, ബീഫ് ഉണ്ടായി, അച്ചാർ, മീൻ ഫ്രൈ, സലാഡ്, ചപ്പാത്തി എല്ലാം ആയിട്ടുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. നാളെ നമുക്ക് രണ്ടാൾക്ക് ഓഫാണ്. ലുലു പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുക, ഗ്രോസറി വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന് ലുലുവിലേക്കാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞിപ്പണിനെ കണ്ടോളെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഓളേതായ വൈക്ക് അവിടുന്ന് കുഞ്ഞിപ്പണിനെ ഊരിക്കൊണ്ടുവരാൻ കുറച്ച് പണിയെടുത്തു. അതിനുശേഷം എൻ്റെ മൈൻഡിൽ മഞ്ഞപ്പൊടി ചലഞ്ച് ആക്കാൻ ഒരു പ്ലാൻ ഉണ്ടായി. അതാക്കിയിട്ടാകുമ്പോൾ കുഞ്ഞിപ്പണിൻ്റെ അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളിയുണ്ട്, കേട്ടോ കിട്ടാം. അച്ഛൻ ആദ്യം വിളിച്ചിട്ട് വന്നത്. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.